CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നത് FC ഗോവയും ബംഗളൂരു FCയുമായിരുന്നു. ഏതായാലും ഈ ഒരു മത്സരത്തിൽ ഒന്നിനെതിരെ 2 ഗോളുകൾക്ക് FC ഗോവ വിജയം സ്വന്തമാക്കിയിട്ടുണ്ട്. FC ഗോവക്കായി ഗോൾ നേടിയത് ഒഡെയ് ഒണാഡിയോ എന്ന സൂപ്പർ താരവും കൂടാതെ ബോറിസ് സിംഗ് എന്ന സൂപ്പർ താരവുമാണ്. ഒഡെയ് ഗോൾ നേടിയത് 22-ാം മിനിറ്റിലാണ്. ബോറിസ് ആണെങ്കിൽ 81-ാം മിനിറ്റിലാണ് ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത്. ബംഗളൂരു FCക്ക് ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത് ഷിവാൾഡോ സിംഗ് എന്ന സൂപ്പർ താരമാണ്. 2-ാം മിനിറ്റിലാണ് താരം ഗോൾ നേടിയത്. ഇത് കൂടാതെ തന്നെ ബംഗളൂരു FCക്ക് ഇന്നത്തെ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടിയായത് അവരുടെ സൂപ്പർ താരമായ സുരേഷ് വാങ്കജത്തിന് ഇന്ന് 47-ാം മിനിറ്റിൽ റെഡ് കാർഡ് കിട്ടി പുറത്തു പോവേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നുകൊണ്ട് തന്നെ താരത്തിന് അടുത്ത മത്സരമൊന്നും കളിക്കാൻ സാധിക്കുകയില്ല. ഏതായാലും ഇന്നത്തെ മത്സരത്തിന്റെ മാച്ച് സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഷോട്ടുകളുടെ കാര്യത്തിൽ ബംഗളൂരു FC ആണെങ്കിൽ വെറും 7 ഷോട്ടുകൾ മാത്രമാണ് ഇന്ന് ഉതിർത്തിയിട്ടുള്ളത്. FC ഗോവയാണെങ്കിൽ 22ഓളം ഷോട്ടുകൾ ഇന്ന് ഉതിർത്തിട്ടുണ്ട്. അതിൽ ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ നോക്കുകയാണെങ്കിൽ FC ഗോവ 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. FC ഗോവയാണെങ്കിൽ 6 ഷോട്ടുകൾ എടുത്തിട്ടുണ്ട്. ഇനി പൊസിഷനിലേക്ക് നോക്കുകയാണെങ്കിൽ 31% പൊസിഷനാണ് ഇന്ന് ബംഗളൂരു FCയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ബാക്കി 69% പൊസിഷൻ ഇന്ന് FC ഗോവയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചു. ഇനി പാസസിന്റെ കാര്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ 264 പാസുകളാണ് ഇന്ന് ബംഗളൂരു FC ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതേസമയം FC ഗോവയാണെങ്കിൽ 551ഓളം പാസുകളാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി പാസിംഗ് ആക്യുറസിയിലേക്ക് നോക്കുകയാണെങ്കിൽ 71% ബംഗളൂരു FCയുടെ ഭാഗത്തും 88% FC ഗോവയുടെ ഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി കോർണറുകളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 3 കോർണറുകളാണ് ഇന്ന് ബംഗളൂരു FC നേടിയെടുത്തിട്ടുള്ളത്. അതേസമയം FC ഗോവയാണെങ്കിൽ 7 കോർണറുകൾ നേടിയെടുത്തിട്ടുണ്ട്. ഇനി ഫൗളിലേക്ക് നോക്കുകയാണെങ്കിൽ 12 ഫൗളുകളാണ് ഇന്ന് FC ഗോവ വെച്ചിട്ടുള്ളത്. 11 ഫൗളുകൾ അതേസമയം ബംഗളൂരു FCയും വെച്ചിട്ടുണ്ട്. ഇനി യെല്ലോ കാർഡിന്റെ കണക്കിലേക്ക് വരികയാണെങ്കിൽ 2 യെല്ലോ കാർഡാണ് ഇന്ന് ബംഗളൂരു FC വാങ്ങിക്കൂട്ടിയിട്ടുള്ളത്. അതേസമയം FC ഗോവയാണെങ്കിൽ 3 യെല്ലോ കാർഡുകൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അവസാനം റെഡ് കാർഡിന്റെ കണക്കിലേക്ക് വരികയാണെങ്കിൽ FC ഗോവ ഇന്ന് ഒരു റെഡ് കാർഡ് പോലും വാങ്ങിക്കൂട്ടിയിട്ടില്ല. ബംഗളൂരു FC ആണെങ്കിൽ ഇന്ന് ഒരു റെഡ് കാർഡ് വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഏതായാലും ഇന്നത്തെ മത്സരശേഷം ISL പോയിന്റ് പട്ടിക ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ 21 പോയിന്റോട് കൂടി ബംഗളൂരു FC നിലവിൽ 8ാം സ്ഥാനത്താണുള്ളത്. FC ഗോവയാണെങ്കിൽ 36 പോയിന്റോട് കൂടി പോയിന്റ് പട്ടികയിൽ 3ാം സ്ഥാനത്തുമുണ്ട്. അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സ് FC 29 പോയിന്റോട് കൂടി പോയിന്റ് പട്ടികയിൽ 5ാം സ്ഥാനത്തും നിലകൊള്ളുന്നുണ്ട്. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.